കാണക്കാരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടത്തി. കാണക്കാരി ഗ്രാമപഞ്ചായത്തും ഹോമിയോപ്പതി വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത്. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ സംരംഭം ഇതിനോടകം തന്നെ ശ്രദ്ധേയമായിട്ടുണ്ട്. വാർഡ് മെമ്പർ ബെറ്റ്സിമോൾ ജോഷി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടെയാണ് വനിതാ ദിനം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. മാർച്ച് 8-ാം തീയതി വനിതാ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ വനിതാ ദിനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലെ വനിതകൾ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തി. പാടത്തെ പണി മുതൽ പർവ്വതാരോഹണം വരെ വനിതകൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന ഒരു സമയമാണിത്. ഈ കാലഘട്ടത്തിൽ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 50% സംവരണം എന്നതിലുപരി വനിതകളെല്ലാവരും സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങാനും സാമൂഹികവും എല്ലാ തലത്തിലുമുള്ള വികാസത്തിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഇതിപ്പോൾ വനിതാ സെൻ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വനിതാ ജിംനേഷ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വനിതകൾ, ഏകദേശം 49-50ഓളം വനിതകൾ ഇവിടെ എത്തുകയും തങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാവർക്കും ഒരു ബോധവൽക്കരണം ലഭിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ശാരീരികമായി നമ്മൾ കൂടുതൽ ഉല്ലാസത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളെല്ലാവരും മുന്നോട്ട് വരണമെങ്കിൽ ഈ ഒരു ജിംനേഷ്യത്തിലൂടെ സാധിക്കുമെന്ന് അതിനുവേണ്ടി കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പദ്ധതി ഒരുക്കുകയും വനിതകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. മുഖ്യ പരിശീലക ദിവ്യ, റിട്ടയർഡ് DMO ഡോക്ടർ സുകുമാരി, ഷെറിൻ മാത്യു, അശ്വതി ഉണ്ണികൃഷ്ണൻ, സന്ധ്യ എന്നിവർ വനിതാ ദിന സന്ദേശങ്ങൾ നൽകി. വനിതാ ദിനത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ദിവസമാണ്. കാരണം നമുക്കൊരു ഫിറ്റ്നസ് സെൻ്റർ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ഉണ്ടാകാൻ, കുറച്ച് പ്രായമായ ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ഫിറ്റ്നസ് സെൻ്റർ മാറ്റാൻ ശ്രമിച്ചു. പിന്നെ എല്ലാവരും ഒരു ഒത്തൊരുമയായിട്ട് തന്നെ എല്ലാ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫിറ്റ്നസ്സിന് സംബന്ധിച്ച് എല്ലാവർക്കും നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ജോയിൻറ്റ് പെയിൻസ് ഒരു 35-40 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻസ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ മാറാൻ നമുക്ക് ഇതിൽ ഫിറ്റ്നസ്സിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചു. പിന്നെ എല്ലാവരും ഒരു കൂട്ടാണ്, ഒരു ബോണ്ടിങ് ഉണ്ട്. എല്ലാവർക്കും നല്ല സൗഹൃദം, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ഷമതയുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് അംഗങ്ങൾ നടത്തിയ വാമപ്പും സൂംബ ഡാൻസും ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു. ചടങ്ങിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് അംഗങ്ങൾ മധുരം പങ്കുവച്ചു. വനിതാ കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് സെന്റർ ദിവസവും പുലർച്ചെ 6:30 മുതൽ വൈകിട്ട് 7 മണി വരെ സജീവമായിരിക്കും. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിനായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മളിവിടെ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളെ കുറേ പേര് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഞങ്ങളെ കൂടുതൽ പേര് വീട്ടമ്മമാരാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ വീട്ടമ്മമാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വളരെ കുറച്ച് സന്ദർഭങ്ങളാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ജിം ഇവിടെ തുടങ്ങി. ആ ജിം തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് വീട്ടമ്മമാർക്ക് ഇവിടെ എത്തി അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒപ്പം തന്നെ മാനസികമായിട്ടുള്ള സന്തോഷം, അതായത് പലരും വരുന്നു, പലരെ സംസാരിക്കുന്നു, അവരുടെ കുടുംബാത്ര നമ്മളിവിടെ മെമ്പർ പറഞ്ഞ പോലെ ഷെയർ ആൻഡ് കെയർ, അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ജിമ്മാണിത്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.